രാജഗോപാൽ സാർ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ഇ ഡി ഓഫീസിൽ ഹാജരായിരിക്കുകയാണ് നടൻ ജയറാം. മൊഴി നൽകുന്നതിന് വേണ്ടിയാണ് ഹാജരായിരിക്കുന്നത്. ഇതിന് തൊട്ടു മുൻപ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ 38 വർഷമായി കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും തന്നെ ക്ഷണിക്കാറുണ്ട്, താൻ പോകാറുമുണ്ട്. അത്തരത്തിലാണ് അവിടെയും എത്തിയത്. ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് തന്നിലൂടെ പുറത്തു കൊണ്ടുവരാൻ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അന്വേഷണ സംഘവുമായി പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ. ഏറ്റവും ഒടുവിൽ ഈ കേസിൽ നടൻ ജയറാം കൂടി മൊഴി നൽകാൻ വേണ്ടി ഇ ഡി ഓഫീസിൽ ഹാജരായിരിക്കുന്നു. മാത്രമല്ല പൂർണ്ണമായും സഹകരിക്കാമെന്ന് അദ്ദേഹം അറിയിക്കുന്നുമുണ്ട്. എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? അദ്ദേഹം പറയുന്നത് കേട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നടൻ ജയറാമിനെ പോലെയുള്ളവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് വശത്താക്കി ഇതിൽ പെടുത്തിയതാകാനാണോ സാധ്യത? അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഭവിഷ്യത്തൊന്നും അറിയാതെ ജയറാമിനെ പോലെയുള്ള വിശ്വാസികൾ ഇതിൽ ഉൾപ്പെട്ടു പോയിരിക്കാനാണോ സാധ്യത? മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനാണ് അദ്ദേഹം. മലയാളം മാത്രമല്ല, സൗത്ത് ഇന്ത്യൻ ഭാഷയിച്ച് തമിഴിലും ഒക്കെ വളരെ പ്രിയപ്പെട്ട നടനാണ് അദ്ദേഹം. വളരെ ജനകീയനാണ്, വളരെ ജനകീയനായ നടനാണ് അദ്ദേഹം. അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നു എന്ന് പറയുന്ന ഒരു സംഭവമല്ല. കാരണം ഒരു സിനിമാ നടൻ ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നു എന്നുള്ള ഒരു സംഭവമേ അല്ലല്ലോ. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താണ്? മാധ്യമ ക്യാമറകൾക്ക് മുമ്പിലാണ്. എത്രയോ ക്യാമറകളാണ് നിറഞ്ഞു നിന്നത്. ഒരു 50 ക്യാമറകൾ ഉണ്ടെന്നായിരുന്നു എനിക്ക് തോന്നുന്നത്. രാവിലെ കൊച്ചി ഇ ഡി ഓഫീസിൽ കണ്ട രംഗം അതാണ്. അദ്ദേഹം ശരിക്കും ഒരു സ്വാമി വേഷത്തിൽ കുങ്കുമപ്പട്ടുമൊക്കെ ധരിച്ചാണ് വന്നിറങ്ങിയത്. ഇറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തത്. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇ ഡിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പിൽ എത്തിയിരിക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞില്ലേ, ഈ കേസുമായിട്ട് സഹായകരമായിട്ട്, ഇ ഡിക്ക് സഹായകരമായിട്ട് അല്ലെങ്കിൽ SITക്ക് സഹായകരമായ എന്തെങ്കിലും വിവരങ്ങൾ എനിക്കറിയാമെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷെ സ്വർണ്ണക്കൊള്ളയുമായിട്ടൊന്നും എനിക്ക് ബന്ധങ്ങളില്ല എന്നുള്ളത് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജയറാമിനെ വിളിപ്പിച്ചിരിക്കുന്നത് ഇത് പ്രതിപ്പട്ടികയിലൊന്നും പെടുത്തിയിട്ടല്ലെന്ന് തോന്നുന്നു, സാക്ഷിയാക്കുകയാണെന്ന് തോന്നുന്നു. ജയറാം സാക്ഷിയായിട്ടാണ് ഇതിനകത്ത് ഹാജരാക്കുന്നത്. SITയുടെ മുമ്പിലും അങ്ങനെ തന്നെയാണ് അദ്ദേഹം വന്നത്, സാക്ഷിയായിരുന്നു. അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സന്ദർഭങ്ങളിൽ അദ്ദേഹം ഈ സംഭവങ്ങളിൽ ചെന്ന് വിട്ടുപോയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത്, ഈ കട്ടള എടുത്ത സമയത്ത് കട്ടളപ്പാളികള് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി അത് നന്നാക്കി എടുക്കുന്ന സമയത്ത് അവിടെ വെച്ചൊരു പൂജ നടത്തണമെന്ന് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെട്ടിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജയറാമിന് നേരത്തെ അറിയാം. അതാണ് നീതു ആദ്യം സൂചിപ്പിച്ചത്. 40 വർഷത്തോളം, 35 വർഷത്തോളം അല്ലെ, 35 വർഷത്തോളമായി നിരന്തരം സ്ഥിരമായി ശബരിമലയിൽ വരുന്ന തികഞ്ഞ ഭക്തനാണ് അദ്ദേഹം. എല്ലാ മകരവിളക്ക് സമയത്തും, പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുന്ന സമയത്ത് ജയറാമിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു പല കാലങ്ങളിൽ, ആദ്യകാലങ്ങളിലൊക്കെ ചിത്രങ്ങൾ തന്നെ, വാർത്താ മാധ്യമങ്ങളിലെ ചിത്രങ്ങൾ എടുക്കുമ്പോഴും ജയറാം തൊഴുതു നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ വരുമായിരുന്നു. അത്ര ഭക്തനും വളരെ വിശ്വാസിയുമായ ആളാണ് അദ്ദേഹം. പക്ഷേ ഈ വിശ്വാസത്തിൽ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇദ്ദേഹത്തെ മുതലെടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇപ്പൊ സംഭവിക്കുന്നതെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത്. ജയറാം എന്ന് പറയുന്ന ഒരു വലിയ സ്റ്റാർ വാല്യൂ ഉള്ള നടനെ ഒരു ബ്രാൻഡ് അംബാസഡർ ആക്കാനുള്ള ഒരു ശ്രമമായിരുന്നു കൊള്ളയ്ക്ക് മറ പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചെന്നാണ് സംശയിക്കേണ്ടത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ പോറ്റി ഒരു വലിയ പൂജാരിയാണ്, അല്ലെങ്കിൽ ശബരിമലയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ്. ഒരുപക്ഷെ ശബരിമലയിൽ വെച്ച് തന്നെ ജയറാമുമായിട്ട് പരിചയപ്പെട്ടിട്ടും ഉണ്ടാകാം. അങ്ങനെ വിളിച്ചപ്പോഴാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിലെ പൂജയ്ക്ക് ജയറാം സംബന്ധിക്കുന്നത്. അവിടെ വെച്ച് കട്ടളപ്പാടി പൂജയൊക്കെ നടക്കുന്നു. അതിനുശേഷം ഇത് തിരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ജയറാം ആവശ്യപ്പെട്ടിരുന്നു, പറ്റുമെങ്കിൽ പോകുന്ന വഴിക്കാണ് എന്റെ വീട്ടിൽ കൂടെ കയറ്റി വെച്ച് അതൊരു പൂജ നടത്താമോ, എന്റെ പൂജാമുറിയിലൂടെ വെച്ച് പൂജ നടത്താമോ എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിന്റെ വാക്ക് പറഞ്ഞാൽ മതിയല്ലോ, ജയറാമിന്റെ വീട്ടിലേക്ക് തന്നെ ഇതെല്ലാം കൊണ്ടുപോയി നോക്കണം. ഏറ്റവും പവിത്രമായിട്ട് ശബരിമല സന്നിധാനത്തെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണെന്ന് ആലോചിച്ച് നോക്കണം. അത് ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുവച്ചൊരു പൂജ അങ്ങ് നടത്തിയ ശേഷം അവിടെയാണ് ജയറാമിന്റെ ഈ പൂജ നടത്തിയ കാര്യം ജയറാം സമ്മതിക്കുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ആശയക്കുഴപ്പം. അതാണ് അദ്ദേഹത്തിന് ചെറിയ ആദ്യഘട്ടങ്ങളിൽ ചില സംശയം വരാനുള്ള കാരണം. ഈ പൂജയൊക്കെ നടത്തിയതിനെ തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തോ ഒരു ചെറിയ തുക സംഭാവന കൊടുക്കുന്നതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ദക്ഷിണ കൊടുത്തതായിട്ട് 500 രൂപയോ അതിൽ താഴെ എന്തോ ഒരു തുകയാണ് കൊടുത്തതെന്നാണ് പറയുന്നത്. അതിനകത്തില് ആ മൊഴിയിൽ വിശ്വാസ്യതയില്ല എന്നാണ് പറയുന്നത്. കാരണം അത്രയും അതീവ ഭക്തനായ ജയറാം
ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ശബരിമലയിൽ ഇത്രയും സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ പിന്നെ എല്ലാ തരത്തിലും അവിടുത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാള്. അതേപോലെ തന്നെ ശബരിമലയിലെ ഈ പാളികൾ അവിടെ വീട്ടിൽ കൊണ്ടുവച്ച് തന്റെ സ്വന്തം പൂജാമുറിയിൽ കൊണ്ടുവച്ച് പൂജിച്ചപ്പോൾ 500 രൂപയിൽ താഴെയാണോ ദക്ഷിണ കൊടുത്തത്? അതായിരുന്നു ഒരു സംശയം വരാൻ കാരണം. രണ്ടാമത് അദ്ദേഹത്തിന്റെ സംശയത്തിന്റെ നിഴലിലാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ദ്വാരപാല പാളികൾ ഇറക്കിയ ആ സമയത്തും ഇതുപോലെ സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്തും അതുവഴി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതിനെ തുടർന്നാണ് പിന്നീട് അതിന്റെ പൂജകൾ, വാതിലുകൾ, ദ്വാരപാലയുടെ വാതിലുകൾ, ശ്രീകോവിലിന്റെ വാതിലുകൾ ഇളക്കുന്ന സമയത്താണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഇത് രണ്ടിലുമാണ് ഒരു ആശയക്കുഴപ്പം നിന്നത്. അപ്പോ ജയറാം പറഞ്ഞത് ഇത് 2 പാളികളിൽ വന്ന സമയത്തും ഒരേ ദിവസങ്ങളിലാണ് വന്നതെന്നാണ് പറഞ്ഞത്. രാവിലെയും വൈകിട്ടുമായിട്ടാണ് വന്നതെന്നാണ് പറഞ്ഞത്. അവിടെയും ചില കൺഫ്യൂഷൻ ഉണ്ടായി. കാരണം ഇത് 3 മാസത്തെ ഇടവേളയ്ക്കിടയിലാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. 2 പാളികളുടെയും നിർമ്മാണവും തിരിച്ച് ശബരിമലയെ കൊണ്ടുവരുന്ന 3 മാസത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ജയറാം പറഞ്ഞതിനകത്തില് വന്നൊരാശയക്കുഴപ്പം ഒരേ ദിവസം. ഒരു പക്ഷെങ്കിൽ ഈ പാളികളൊന്നും കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ലായിരിക്കാം. നമ്മൾ തന്നെ കണ്ടില്ലേ, ജയറാമിന്റെ പൂജാമുറിയിൽ ഇരുന്ന പാളികൾ കണ്ടില്ലേ? അത് കണ്ടാൽ അത് സാധാരണക്കാർക്കൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. ഇത് ഏത് പാളിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത്തരത്തിലുള്ള കുഴപ്പങ്ങളായിരിക്കാം. എന്തായാലും ഒരുപാട് ആളുകളുടെ സാന്നിധ്യത്തിലാണ് ആ പൂജയും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പൊ ഇത് സംബന്ധിച്ചാണ് ഇപ്പൊ പ്രശ്നം നിൽക്കുന്നത്. ഇപ്പൊ ഇഡിക്ക് മുമ്പിലേക്ക് ജയറാം SITയുടെ മുമ്പിൽ അദ്ദേഹം ക്ലിയർ ചെയ്തു, കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും സംശയം വരുന്നുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുവഴി ഒരുപാട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ഇതിൽ നിന്ന് അദ്ദേഹം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകത്ത് നിന്ന് ലാഭം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുപ്പമുള്ള ആളുകളെ ചോദ്യം ചെയ്യലും മൊഴിയെടുക്കുക. അങ്ങനെ അതാണ് സാക്ഷിപ്പട്ടികയിൽപ്പെട്ട ജയറാം ഇതിനകത്ത് വന്ന് പെട്ടിരിക്കുന്നത്. നോക്കുക എന്തെല്ലാം ശാപങ്ങളാണ് വരുന്നത് നോക്കുക. അയ്യപ്പസ്വാമിയോടെ കളിച്ചവർക്ക് ആർക്കും രക്ഷയുണ്ടാകത്തില്ല എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകളല്ലേ ഓരോരോ ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാര് പിന്നെ ജയിലിനുള്ളിലാണ്, അല്ലെ? കമ്മീഷണർമാര് ജയിലിനുള്ളിലാണ്. തന്ത്രി തന്നെ, അതിന്റെ ആചാര്യസ്ഥാനത്തുള്ള തന്ത്രി തന്നെ ജയിലിനകത്താണ്. അതിനിടയിലാണ് ഈ പറയുന്ന VIP എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോപ്പുലാരിറ്റി ഉള്ള ആളാണ്. ജയറാമിനെ പോലെ സൗത്ത് ഇന്ത്യയിലെ ഇത്രയും ഫേമസ് ആയ ഒരു നടനും പോലും രക്ഷയില്ലാത്ത അവസ്ഥയായിരിക്കുന്നത്. ഇനിയിപ്പോ ഇവിടെ കൊണ്ടും തീരുമെന്ന് തോന്നുന്നില്ല. ഈ കേസിന്റെ ഒരു പോക്ക് കണ്ടിട്ട് ഇവിടെ കൊണ്ടും തീരുന്നില്ല. തട്ടിപ്പിന്റെ തരികിടകളെയും വലിയ വലിയ കഥകളാണ് വരുന്നത്. ഇപ്പൊ തന്നെ എന്താണ് ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ കേട്ട വാർത്ത എന്താണ്? തട്ടിപ്പുകളൊന്നും ശബരിമലയിൽ അവസാനിക്കുന്നില്ലെന്നുള്ളതാണ്. ഇത്രയും കൊള്ളകൾ നടന്നിട്ടും ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമമാണ്. അത് സംബന്ധിച്ചുള്ള ഇത് വന്നിട്ടുണ്ട്. അത് വാർത്തയാണ് ഇപ്പൊ ഒരു മണിക്കൂറേ ആയിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് അതിനകത്തിലും കുഴപ്പമുണ്ടായിട്ടുണ്ടെന്നാണ്. ഓഡിറ്റ് റിപ്പോർട്ട് വന്നതിനെ കുറിച്ച് കഴിഞ്ഞ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വിശദീകരിക്കുന്നത് കേട്ടില്ലേ? അതിനകത്തും കൊള്ള നടന്നിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. ബോർഡിന് ഉത്തരവാദിത്തപരമായിട്ട് കാര്യങ്ങൾ നോക്കാൻ പറ്റിയില്ല. ഓഡിറ്റർക്ക് കൃത്യമായ വിവരങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ചുരുക്കം അദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നാണ്. ഇനിയിപ്പം ഇവർക്ക് കൊടുക്കാനുള്ള തുകകളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെന്നാലും 1.15 കോടി രൂപ ഇനിയും കണ്ടെത്തണം. അതെവിടുന്ന് കണ്ടെത്തും? അത്രയും കോടി രൂപയുടെ കുറവ് കാണിക്കുകയാണ്. അതിന് ചിലപ്പോൾ നമ്മുടെ നികുതി ഇതെന്ന് പോകുമായിരിക്കും. ഭക്തന്മാരെ കാണിക്കേട്ട തുകയെന്ന് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യല്ല, വേറെ എന്താ മാർഗം? അല്ലെ സ്പോൺസർമാരെ കണ്ടെത്തണമെന്നാണ് പറയുന്നത്. അപ്പൊ ശബരിമലയിലെ കൊള്ള, ഇത്തരം കാര്യങ്ങൾക്ക്, തട്ടിപ്പുകൾക്കൊന്നും ഒരു കുറവുമില്ല. ഉത്തരവാദിത്തം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഉത്തരവാദിത്തമില്ല. ആർക്കാണ് ഉത്തരവാദിത്തം? സർക്കാരിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ദേവസ്വം ബോർഡ് ഇതിന്റെ ചുമതലക്കാരെ കസ്റ്റോഡിയനായ ദേവസ്വം ബോർഡിനോട് ചോദിച്ചാൽ അവർക്ക് ഉത്തരവാദിത്തം. പിന്നെ ആർക്കാ ഉത്തരവാദിത്വ ഇക്കാര്യത്തിലുള്ളത്? ഇത്തരത്തിലുള്ള ഈ ഉത്തരവാദിത്ത രാഹിത്യം, രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണല്ലോ അവർ കൈയെഴുതുന്നതിന്റെ കാര്യം ഇത് തന്നെയാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മറ്റൊരാളെ തലയിലേക്ക് വെച്ചു കൊടുക്കുക. അങ്ങനെയാണ് അവർ കൈയഴുകി മാറുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള VIPസിനും ഒക്കെ അതിനകത്ത് ചെന്ന് കുടുങ്ങാൻ കാരണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള കഥാപാത്രങ്ങളെ ശബരിമല ശ്രീകോവിലിലും അതിന്റെ ചുറ്റുവട്ടത്ത് നിന്ന് സാമ്രാജ്യം സ്ഥാപിച്ചെടുത്തതും ഇതിന്റെ ഒരു ദുരന്ത ഫലമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ജയറാമിനെ പോലെ ഒരു നടനും ഇന്ന് ആദ്യം SITയുടെ മുമ്പിലും ഇന്ന് EDയുടെ മുമ്പിലും ഹാജരാകേണ്ടി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ജയറാം EDക്ക് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും വിധത്തിൽ ജയറാമിനെ പോലെയുള്ള ആളുകളെ ഇതിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആക്കി മാറ്റണം എന്ന അദ്ദേഹത്തിന്റെ ഒരു ധാരണ, അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം
അതിന്റെ ബലിയാടാവുകയായിരുന്നു ജയറാം എന്ന് വേണം കരുതാൻ. മാത്രമല്ല അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ നമുക്കറിയാം ആദ്യകാലങ്ങളിലൊക്കെ പത്രങ്ങളിലൊക്കെ വരുന്ന ഫോട്ടോകളിലൊക്കെ ജയറാം ഈ ശ്രീകോവിലിന് മുന്നിൽ തൊഴുതു നിൽക്കുന്ന ഫോട്ടോകളാണ് നമ്മൾ മിക്കപ്പോഴും കാണാറ്. ആ രീതിയിൽ ക്ഷേത്ര ആചാരങ്ങളുമായി വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അടുത്തു നിൽക്കുന്ന ഒരു നടൻ കൂടിയാണ് അദ്ദേഹം. ആ രീതിയിൽ പുറത്ത് പറയുന്നതിലോ അല്ലെങ്കിൽ താനൊരു വിശ്വാസിയാണ് എന്ന് പറയുന്നതിലോ ഒന്നും അദ്ദേഹം ഒരു വിമുഖതയും ഇതുവരെ കാണിച്ചിട്ടുമില്ല. അത്തരത്തിലുള്ള ജയറാമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഇപ്പോൾ മൊഴി നൽകാൻ കൊച്ചിയിൽ ED ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.